ഹലോ മക്കൾ. നമുക്ക് ബോർഡ് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് എക്സാംസ് ഒക്കെയാണ് വരാനുള്ളത്. ഈ ഫ്രൈഡേ നമുക്ക് ഫിസിക്സ് എക്സാമാണ്, ബോർഡ് എക്സാമാണ് CBSEയുടെ 12th. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം കാര്യങ്ങൾ, എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാം. ഗോസസോൻ്റെ 3 ആപ്ലിക്കേഷൻ, അതിൽ സെക്കൻഡ് ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഗോസസിൻ്റെ 3 ആപ്ലിക്കേഷൻ പഠിക്കണം. 5 മാർക്കിൽ ഗോസസിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കും. ആക്സിയൽ ആൻഡ് ഇക്വട്ടോറിയൽ ലൈനും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗോസസ് ലോയാണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഗോസസ് ലോൻ്റെ 3 ആപ്ലിക്കേഷനും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ടോർക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഡൈപോൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടല്ല പഠിക്കേണ്ടത്. പിന്നെ ഫ്ലെക്സും പഠിക്കണം. ഫ്ലെക്സ്, ടോർക്ക്, ഡൈപോൾ. അല്ല ടോർക്കിൽ തന്നെ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം അല്ലാത്ത കണ്ടീഷനൊക്കെ തീറ്റയുടെ വാല്യൂ എത്രയാണ്, തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആയാൽ, തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആയാൽ, പാരലാണോ ആൻറ്റി പാരലാണോ, ഈ കണ്ടീഷൻസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, പഠിക്കണം. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. തിയറി പാർട്ടാണ് നമ്മൾ പറയുന്നുള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ മാറിപ്പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോളും, സെക്കൻഡ് ചാപ്റ്റർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളാണ്. അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാറുണ്ട്, പിള്ളേർക്ക് തിരിഞ്ഞു പോകാറുണ്ട്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ആണെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ സെക്കൻഡ് ചാപ്റ്ററും, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ എന്താണ്, ഫസ്റ്റ് ചാപ്റ്ററാണ്. മാറിപ്പോവരുത് കേട്ടോ. ആക്സിയൽ ആൻഡ് ഇക്വട്ടോറിയൽ ലൈനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഡൈപോൾ, അതായത് നമ്മുടെ ടോർക്കിനെ കുറിച്ച് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഡൈപോൾ, അതുപോലെ സിസ്റ്റം ഓഫ് ചാർജസ്, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ 2 ആപ്ലിക്കേഷൻ കേസുകളുണ്ട്. അതായത് K1 K2 ഇങ്ങനെ പാരലായിട്ട് കട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കണം, മറന്നു പോയത്. പാരലായിട്ട് കട്ട് ചെയ്യുന്നു, അതുപോലെ സീരിയസ് ആയിട്ട് കട്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് K1 K2 വെച്ചുള്ള കേസുകൾ. ആ ഫീൽഡ് ഡയലക്ട്രിക് ഫീൽഡായിട്ട് ഇതാക്കിയത്, അതുപോലെ എയർ പാരലൽ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇതാക്കിയത്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പാരലൽ കപ്പാസിറ്ററിൻ്റെ എല്ലാ ഡെറിവേഷനും പഠിക്കണം, ഫീൽഡ് ഡയലക്ട്രിക് പഠിക്കണം. അതുപോലെ തന്നെ അതെന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ 2 ഞാൻ പറഞ്ഞല്ലോ, K1 K2 പാരലായിട്ടും K1 K2 സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ? കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ചോദിക്കും, 100% ഉറപ്പാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, കിർച്ചോഫിൻ്റെ റൂൾസ്, ഫസ്റ്റും സെക്കൻഡ് റൂൾ നല്ലപോലെ പഠിക്കണം. വിത്ത് ഒരു പ്രോബ്ലം ചോദിക്കും. കിർച്ചോഫിൻ്റെ റൂൾ വെച്ചൊരു പ്രോബ്ലം ചോദിക്കും. ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ 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 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ടേം കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി, റിലാക്സേഷൻ ടൈം, കറണ്ട് ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ. കറണ്ട് നീ എവിടെ, I = നീ എവിടെ, ഇനി കറണ്ട് ഡെൻസിറ്റി ആണല്ലോ എന്താണ്, A കൺസിഡർ, നീ വീടി, NEVD, നീ വീടി. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓൾ ടൈംസും നിങ്ങൾ പഠിച്ചിരിക്കണം. ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി കോയിഫിഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിച്ചിരിക്കണം. ആൽഫയുടെ വാല്യൂ എപ്പോൾ പോസിറ്റീവാവും, ആൽഫയുടെ വാല്യൂ എപ്പോൾ നെഗറ്റീവാവും, അതിൻ്റെ 2 കണ്ടക്ടേഴ്സിൻ്റെയും നോൺ കണ്ടക്ടേഴ്സിൻ്റെയും ഗ്രാഫുകളും ഉണ്ട്, അതും നല്ലപോലെ പഠിച്ചിരിക്കണം, ചോദിക്കും. 4th ചാപ്റ്റർ വളരെ ലെങ്തി ചാപ്റ്ററാണ്, കുറേ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. അപ്പം ബയോ സർവോ ലോയുടെ ഡെറിവേഷൻ പഠിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷനും പഠിക്കണം, ലോയും പഠിക്കണം, ആപ്ലിക്കേഷനും പഠിക്കണം. പിന്നെ മോഷനിന്, അതായത് ചാർജിന് ഓരോ മോഷൻ ഉണ്ട്. തീറ്റയുടെ വാല്യൂ 0, 180 ഡിഗ്രി അൺഡിഫ്ലക്റ്റഡ് ആണ്. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയ സർക്കുലർ മോഷനാണ്. അങ്ങനെയല്ല ടൈം പീരീഡ് എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. ഹെലിക്കൽ പാത്ത് ആണെങ്കിൽ എത്രയാണ്, 0 - 90 ഡിഗ്രിക്കും ഇടയിലാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ആംബിയർ സർക്കിളിൻ്റെ ആപ്ലിക്കേഷനും പഠിക്കണം. അതുപോലെ പാരലൽ പ്ലേറ്റ് കണ്ടക്ടേഴ്സ്, അതായത് F = IAIB എന്ന് പറഞ്ഞൊരു ഇക്വേഷനില്ലേ, ആ ഇക്വേഷൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂവിംഗ് കോയിൽ MCG, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്തൊരു കാര്യമുണ്ടല്ലോ, എന്താ, ടോർക്ക്. ടോർക്കും നല്ലപോലെ നോക്കണം. അതിൽ കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ, അമീറ്റർ, വോൾട്ട് മീറ്റർ, ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഫോർത്ത് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. 5th ചാപ്റ്ററിൽ അറിയാലോ, ഡയോ ഫെറോ മാഗ്നറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, 100% ഉറപ്പാണ്.
പാര, ഡയ, അതുപോലെ ഫെറോ. ദെൻ ഈ മാഗ്നറ്റിസങ്ങൾ. ദെൻ ഗോസലോയോ മാഗ്നറ്റിസം നോക്കണം. ഓക്കെ. ദെൻ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നോക്കണം. 6th ചാപ്റ്ററിൽ പോകുന്ന സമയത്ത് EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പോകുന്ന സമയത്ത് ഫാരഡേസ് ലോ, ലെൻസസ് ലോ നോക്കണം. അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്സ്, ജനറേറ്റർ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഒക്കെ ഡെറിവേഷൻ നിങ്ങൾ നല്ലപോലെ നോക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എ സി അതുപോലെ തന്നെ 4th ചാപ്റ്റർ പറഞ്ഞ പോലെ വളരെ കുറേ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. റെസിസ്റ്ററിൻ്റെ ഡെറിവേഷൻ നോക്കണം, ഗ്രാഫ് നോക്കണം, ഫേസർ ഡയഗ്രാം നോക്കണം. അല്ലെ കപ്പാസിറ്ററിൻ്റെ ഗ്രാഫ് നോക്കണം, ഫേസർ ഡയഗ്രാം നോക്കണം. ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രീക്വൻസി ഗ്രാഫ് നോക്കണം. അതുപോലെ തന്നെ ഇൻഡക്ടർ ഗ്രാഫ്, ഫേസർ ഡയഗ്രാം, ഫ്രീക്വൻസി ഗ്രാഫ്. ഇമ്പിഡൻസ് ഉറപ്പായിട്ടും ചോദിക്കും, ഏതെങ്കിലും ഒരു പവറോ ഇമ്പിഡൻസും ചോദിച്ചിരിക്കും. ഓക്കെ. അതുപോലെ റെസോണൻസ് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ്, പഠിച്ചു വെക്കണം. റെസോണൻസ് കണ്ടീഷൻ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ട്രാൻസ്ഫോമർ, ഇത്രയും കാര്യങ്ങളാണ് AC-യിൽ. അടുത്ത ചാപ്റ്റർ EMI ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് വരയ്ക്കാൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരയ്ക്കാൻ പഠിക്കണം. അതിൻ്റെ ഇക്വേഷനും പഠിക്കണം. ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ ഗാമ റേസ് എന്തിനാ, എവിടെ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗാമ റേസ് കിട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങൾക്കൊരു 4 എക്സാമ്പിൾസ് തരും. എന്നിട്ട് എക്സാമ്പിൾ എന്നിട്ട് അതിനെ ഫ്രീക്വൻസി ഇതിൽ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർ നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറയും. ഓക്കെ. ക്യാൻസറിന് യൂസ് ചെയ്യുന്ന ഏത് വേവാണ്, ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ വേവ്സ് പിന്നെ റേസിൻ്റെ യൂസേജുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്ത റയോപ്റ്റിക്സ് അല്ലേ. റയോപ്റ്റിക്സ് നമ്മൾ 4th ചാപ്റ്റർ പോലെ വളരെ ലെങ്തിയാണ്. സെക്കൻഡ് ബുക്കിൽ ഏറ്റവും ലെങ്തി ഉള്ള ചാപ്റ്ററിൽ ഒന്ന് റയോപ്റ്റിക്സ് ആണ്. റയോപ്റ്റിക്സിലെ മിറർ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, ലെൻസ് മേക്കേഴ്സ്, അതുപോലെ സ്പെറിക്കൽ സർഫേസ്, ലെൻസ് ഫോർമുല, ദെൻ പ്രിസം നല്ലപോലെ അറിഞ്ഞിരിക്കണം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിങ്ങളോട് ചോദിക്കും, അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് നിങ്ങളോട് ചോദിക്കും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കും, നല്ലപോലെ പഠിക്കണം. ദെൻ വേവ് ഒപ്റ്റിക്സിൽ പോകുമ്പോൾ ഹൈജീൻ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഹൈജീൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളോട് എന്ത് ചോദിക്കും, റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ ഉറപ്പായിട്ടും ചോദിക്കും. ഇൻഡഫറൻസും ഡിഫ്രാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസും, ഈ രണ്ട് കാര്യം നല്ലപോലെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ലേശം പ്രോബ്ലംസും അതിലുണ്ട്. ദെൻ അടുത്തത് ആറ്റംസ്. ആറ്റംസിലെ വെലോസിറ്റി നല്ലോണം നോക്കണം. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ദെൻ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രേഗർ മാഡ്സൺ എക്സ്പെരിമെൻറ്റ്, നമ്മുടെ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ലപോലെ നോക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അയോണിസേഷൻ എനർജി. ഒരു പ്രാവശ്യം ബോർഡ് എക്സാം ചോദിച്ചാൽ വാട്ട് ഇസ് മീൻ ബൈ അയോണിസേഷൻ എനർജി. അപ്പോൾ അയോണിസേഷൻ എനർജി എന്താണെന്ന് നോക്കണം. അതുപോലെ പ്രോബ്ലങ്ങളും ചെയ്യാൻ പഠിച്ചിരിക്കണം. അതുപോലെ ഡി ബ്രോഗിലും ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതും പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ന്യൂക്ലിയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, 2 കർവുകളുണ്ട്. ഒന്ന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൻ്റെ കർവ് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്, നല്ലപോലെ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി, ന്യൂക്ലിയർ ഫോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ന്യൂക്ലിയർ ഫിഷൻ പഠിക്കണം, ന്യൂക്ലിയർ ഫ്യൂഷൻ പഠിക്കണം, ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കാര്യങ്ങളും പഠിക്കണം. ദെൻ മാസ് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ്, ബൈൻഡിങ് എനർജി ഇമ്പോർട്ടൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ അടുത്ത ചാപ്റ്റർ ഏതാ, ന്യൂക്ലിയർ തന്നെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സ്. ഏതെങ്കിലും റെക്ടിഫയർ, ഒന്നിൽ ഫുൾ വേവ് റെക്ടിഫയർ ചോദിക്കില്ല, ഹാഫ് വേവ് റെക്ടിഫയർ നിങ്ങളോട് ചോദിച്ചിരിക്കും ഉറപ്പാണ്. അതുപോലെ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ് ചോദിച്ചൊരു പ്രോബ്ലം ചോദിക്കും. ഇൻട്രൻസിക് ആൻഡ് എക്സ്റ്റൻസ് സെമി കണ്ടക്ടേഴ്സ് ചോദിക്കും. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതുപോലെ P ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടറും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള അല്ലെങ്കിൽ റീഡറിലുള്ള ഓൾ സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഫിഗേഴ്സ് പഠിച്ചെടുക്കണം. അതായത് എനർജി ബാൻഡ് ഡയഗ്രാം പഠിക്കണം. അതുപോലെ തന്നെ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഒരു ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഇത്രയും ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.